വിൽപ്പനയിലെ ആറാമത്തെ ഒരു അപ്രിയ സത്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് കഴിക്കുവാനുള്ളതല്ല. അതായത് എന്താണ് ഈ കോൺസെപ്റ്റിന്റെ അർത്ഥമെന്ന് പറയുന്നത്? നിങ്ങൾ ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് കഴിക്കുവാനുള്ളതല്ല. അപ്പോൾ ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച്, ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രോസസ്സിലാണ്. പ്രോസസ്സിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് സ്വാഭാവികമായി ഉണ്ടാകും. അപ്പം ആ കോൺസെപ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, നമ്മൾ ആ കസ്റ്റമറെ പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച ആ റിസൾട്ട് എന്ന് പറയുന്നത് കസ്റ്റമർക്കുള്ളതാണ്. കാരണം നമ്മൾ ആ പ്രോസസ്സിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രോസസ്സ് ബെറ്റർ ആവുമ്പോൾ റിസൾട്ടും ബെറ്റർ ആവും. മഹത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ പ്രോസസ്സിൽ ശ്രദ്ധിക്കുക, ഫലം നമ്മൾക്കുള്ളതല്ല എന്ന് പറയും. അപ്പം ഈ ഒരു തിയറി അടിസ്ഥാനമാക്കി തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒരിക്കലും റിസൾട്ടിലല്ല, പ്രോസസ്സിലാണ്. നമ്മൾ ആ ഹീറോ ജേർണി, ആ പറയുന്ന കസ്റ്റമറുടെ ഹീറോ ജേർണി, ആ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, ആ എ ടു ഇസഡ് പ്രോസസ്സിലാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ, ആ പ്രോസസ്സ് ബെറ്റർ ആക്കിയാൽ സ്വാഭാവികമായും ബെറ്റർ റിസൾട്ടും വരും. അപ്പോൾ സെയിൽസ് പ്രൊഫഷണൽ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സിലാണ്. സ്വാഭാവികമായും ബെറ്റർ റിസൾട്ട് സംഭവിക്കും.